അസ്സലാമലൈക്കും. റമളാനെ വരവേൽക്കാനായിട്ട് നമ്മൾ ലിവിംഗ് റൂമിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. എല്ലാവരുടെയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമല്ലേ ഇനി നോമ്പിനുള്ളൂ. നമ്മളെ ക്ലീനിങ്ങും ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കിച്ചണൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ നനച്ചൊളി വീഡിയോ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് ആ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വീട് മൊത്തം ഒരു ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഒറ്റയടിക്ക് മുഴുവനായിട്ടും ക്ലീൻ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അത് എനിക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നോമ്പിന് മുന്നേയുള്ള ഡീപ്പ് ക്ലീനിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആദ്യത്തെ ഒരു ദിവസം നമ്മൾ AC-യുടെയും എയർ ഫ്രഷ്നറിൻ്റെ ഒക്കെ ഫിൽറ്റർ ഉണ്ടല്ലോ അതും പിന്നെ കിച്ചണിലുള്ള എക്സോസ്റ്റ് ഫാനൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നീട് നമ്മളെ കിച്ചണിലുള്ള സ്പൈസസിന്റെ ബോട്ടിൽസും ഓയിൽ ബോട്ടിലൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ കഴുകി ഉണക്കി വെച്ചു. പിന്നെ മിക്സിയുടെ ജാറ്, എയർ ഫ്രയർ അതൊക്കെ ക്ലീൻ ചെയ്തു. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു നനച്ചുള്ളി വീഡിയോയിലുള്ള കിച്ചൺ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൗണ്ടർ ടോപ്പും കബോർഡൊക്കെ അതൊരു ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിന് ശേഷം പിന്നെ ഒരു ദിവസമാണ് ബെഡ്റൂം. അങ്ങനെ ഓരോ ദിവസം ഓരോ നമ്മളെ വീടിന്റെ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പില്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീട് മൊത്തമായിട്ടും ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇന്നിതാ നമ്മൾ ലിവിംഗ് റൂം ആണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ലിവിംഗ് റൂം എന്ന് പറഞ്ഞുകൂടാ, ഇവിടെ തന്നെയാണ് നമ്മൾ ടേബിൾ ഇട്ടിട്ടുള്ളതും പിന്നെ ജനു ആയിഷ കിടക്കുന്ന ബങ്ക് ബെഡ് ഇട്ടിട്ടുള്ളതും. കിഡ്സ് റൂമും ഡൈനിങ് റൂമും ലിവിംഗ് റൂമും ഒക്കെ ഇതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ മാറ്റാണ് മാറ്റിയിട്ടുള്ളത്. ആ ഒരു കാർപ്പറ്റ് ഉണ്ടല്ലോ അതൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇവരുടെ ബങ്ക് ബെഡ് ഒന്ന് പൊസിഷൻ മാറ്റിയിട്ട് മറ്റേ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സോഫ സെറ്റ് വേറൊരു സൈഡിൽ, അങ്ങനെ നമ്മൾ എന്നും വീട്ടിൽ എന്നുമല്ല ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ വീട്ടിൽ തന്നെയുള്ള ഫർണിച്ചേഴ്സ്, ബെഡ്, കബോർഡ്സും കാര്യങ്ങളൊക്കെ സാധാരണ ഇരിക്കുന്ന പ്ലേസിൽ നിന്നും കുറച്ചൊന്ന് മാറ്റിയിട്ട് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമുക്ക്. നല്ലതാണ് കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറ്റാറുണ്ട് ടേബിളും സോഫ സെറ്റൊക്കെ. അങ്ങനെ ഇടയ്ക്കൊക്കെ സോഫയും കബോർഡും ബെഡും ഒക്കെ ഇങ്ങനെ നീക്കിയിടുന്ന സമയത്തായിരിക്കും നമ്മൾ കുറേ ആയിട്ട് കാണാതായിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ കണ്ടുകിട്ടുക. ഈ ബങ്ക് ബെഡ് നീക്കിയ സമയത്ത് ജനുവിനും ആയിഷാക്കും വേണ്ട എന്തൊക്കെയോ സാധനങ്ങൾ അവർക്ക് കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. പലതും കിട്ടും, എല്ലാം അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇട്ട് എടുക്കണ്ടാവില്ല. ആഹാ എന്തല്ല ഇതിൻ്റെ ഉള്ളില്. നമ്മുടെ ബെഡ് ഈ സൈഡിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം. ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുന്ന സോഫ സെറ്റ് ഈ ഒരു ഏരിയയിൽ. എന്നിട്ടിതാ ഈ കർട്ടൻ ഒന്ന് മാറ്റണം. അതൊക്കെ പൊട്ടി തരിപ്പണായിട്ടുണ്ട്. അതാ പോയി. ഈ ഒരു ഏരിയയിൽ സോഫ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേങ്കിൽ ഫുൾ ഡേർട്ടി ആയിട്ടാണ് ഉള്ളത്. ഞാൻ വിചാരിച്ചു ഇതിനൊരു കവറ് വാങ്ങിയിടാണ്. എത്രയായാലും ക്ലീൻ ആക്കിയാലും അവർ ഡേർട്ടി ആക്കും. അപ്പോൾ അതുകൊണ്ട് കവറ് വാങ്ങിയിടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സെറ്റ് കൂടി ഉണ്ട്, ഒന്നിതും ഒന്നിതും. ഇനി ഇത് രണ്ടും കൂടി ഇവിടത്തേക്ക് മാറ്റണം. ഹായ്, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു കവറ് വാങ്ങിയിടണം. പിന്നെ അതുപോലെ ഈ വോളൊന്ന് ക്ലീൻ ചെയ്യണം. പെയിൻ്റ് അടിക്കോ അല്ലാന്നുണ്ടെങ്കിൽ വാൾപേപ്പർ ഒട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഇനിയിപ്പോൾ ഈ ടേബിളൊന്ന് ഇവിടുന്ന് മാറ്റണം. ഇപ്പോൾ ഏതായാലും ഈ ഒരു കുഷ്യൻസ് എല്ലാം വാഷിംഗ് മെഷീൻ അങ്ങ് അലക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്രയും ഡേർട്ടി ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ അലക്കിയെടുക്കാം. കണ്ട ഈ സീറ്റിൽ നമുക്ക് ഇതൊക്കെ അലക്കിയെടുക്കാം. വാഷിംഗ് മെഷീന് ഈ സീറ്റിലേക്ക് നമുക്ക് ഒരു കവർ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അതൊന്ന് അതിൻ്റെ ഇതെല്ലാം കഴിച്ചെടുക്ക്. ആ, ലൈറ്റ്സ് മീൻസ് കെട്ട് പണിഞ്ഞിട്ടല്ലേ ഉള്ളത്, അത് ഓരോന്നും നിവർത്തിയെടുക്കും. ഇതിൻ്റെ കുഷ്യൻ അധികം വെയിറ്റ് ഇല്ലാത്ത ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ 4 ഉള്ളത്. അപ്പോൾ ആ 4 ഇതിലിട്ടിട്ട് ഒന്നിച്ചിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റുമേ. പിന്നെ ആ ഒരു വലിയ കുഷ്യൻ്റെ കവർ മാത്രമാണല്ലോ, അപ്പോൾ അതും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നല്ലോണം ഒന്ന് അലക്കിയെടുത്തിട്ട് വാഷിംഗ് മെഷീൻ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ടേബിൾ ഇവിടുന്ന് മാറ്റാനേ ഈ ഒരു പൊസിഷനിൽ തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ഒരു അടിയിലത്തെ മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയിട്ട് നമുക്ക് ടേബിളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇത് കോർണറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അക്വേറിയം ഇവിടെ തന്നെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്.
ജസ്റ്റ് ഒന്നൊന്ന് മാറ്റം വരുത്താം. ഇത് ഞങ്ങൾ മുന്നേ വിരിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പോൾ അത് ഡേറ്റി ആയ സമയത്ത് പകുതി വരച്ചിട്ട് അത് മാത്രം ലാസ്റ്റ് അവിടെ ബാക്കിയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഞാൻ ഓൾറെഡി ടേബിൾ മാറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മളിതാ ഇത് ഒന്നുകൂടി ഒന്ന് വിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത് മുഴുവനായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇത് ഒന്നുകൂടി ഒന്ന് വിരിച്ചു കൊടുക്കാം. ഇതുമ്മേൽ ഇത് പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ ഇതിൻ്റെ മേലെ മാറ്റി വിരിക്കും. ഓക്കെ ഓക്കെ ഇനഫ് ഇനഫ്. നമ്മൾ ഇടം വരെ എടുക്കണോ? അതൊന്നും പ്രശ്നമില്ല. ഇത് നമ്മളിവിടെ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മാറ്റ് വിരിച്ചിട്ട് നമുക്ക് റമളാൻ്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. പക്ഷെങ്കിൽ ഇത് വേഗം നമുക്ക് ഡേറ്റിയാവും. വലിപ്പം കുറച്ച് കൂടുതലാണ് കേട്ടോ. വലിപ്പം വേണ്ടേ. കണ്ടില്ലേ, നമ്മൾ വിരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ റമളാനിന് അവർ ഷോപ്പിംഗ് നടത്തിയപ്പോൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇത് ഇതാ, ഇത് നമുക്ക് ഇപ്പം പതിയെ ഇവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നതാണ്. പിന്നെ അതാ നമ്മളെ കാൻഡിൽസ് ഊതെല്ലാം കത്തിച്ച് വെക്കുന്ന അതുണ്ട്, ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. റമലാന് മുന്നേ ആയിട്ടുള്ള പ്രീ ഷോപ്പിംഗ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നേ. ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അൽ ഷഹീൻ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതാ ഈ കാണുന്ന ഈ റമലാൻ കരീം എന്നിട്ടുള്ള ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മളെ ഡേ ടു ഡേ എന്നായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് വേറൊരു ദിവസം വാങ്ങിയതായിരുന്നു. ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ അൽ ഷഹീന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു ഇത് ഡേ ടു ഡേ എന്ന് വാങ്ങിയ ആ ഒരു ജഗ് സംസം വെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ടേബിളിൽ ഞാൻ ആ വാൾപേപ്പർ മാത്രം സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് കുറെ കഴിയുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കറൊക്കെ പൊളിഞ്ഞ് ആകെ നാശമായി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ മുകളിലായിട്ട് ഞാനൊരു ടേബിൾ മാറ്റ് വാങ്ങിയിട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കർട്ടൻ, ഇതിൻ്റെയൊക്കെ മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് അതിൻ്റെയൊക്കെ മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. ആ ഒരു കർട്ടൻ കണ്ടില്ല, പഴയ കർട്ടനാണിത്. ഇത് മാറ്റിയിട്ട് ഞാൻ പുതിയ കർട്ടനൊക്കെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളെ ആ ഒരു വിൻഡോ ഒക്കെ നല്ലോണം ഒന്നങ്ങ് തുടച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അവിടെ എൻ്റെ ചെട്ടിപ്പൂക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. അധികം എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഞാൻ അവിടെ കുറെ ചെട്ടിപ്പൂക്കൾ വെച്ചിട്ട് അത് നനയ്ക്കുന്ന സമയത്ത് ആ ഒരു വിൻഡോന്റെ സൈഡിലൂടെ വെള്ളം ലീക്കായിട്ട് ഇങ്ങനെ പുറത്താവും. ഇങ്ങനെ കുറെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ആ ചട്ടിയിൽ കുറെ വെള്ളമാകുന്ന സമയത്ത് അതിങ്ങനെ അതുമെന്നിങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് വെള്ളം വരുവേ. നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്തും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ നമ്മളെ സിലിക്കോൺ ജെൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അടച്ചതിന് ശേഷം നമ്മളെ ടേബിളിന്റെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ആ ഒരു ഡേർട്ടി ആയ ഭാഗത്ത് മാത്രമായിട്ട്. അപ്പൊ അതിന് മുന്നേ വിൻഡോ നല്ലോണം ഒന്നങ്ങ് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ, തുടച്ചിട്ട്. अभी പറയാൻ വിട്ടാ മതിയാ. വെരി ഇമ്പോർട്ടന്റ് വർക്ക്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കർട്ടൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ ഒരു കർട്ടൻ കണ്ടില്ലേ, ഇത് നമ്മൾ മാറ്റുന്നതാണേ. ഇതൊരു സിമ്പിൾ കർട്ടൻ വാങ്ങിയിട്ട് ഇടാൻ വിചാരിച്ചു. കണ്ട, ഇതാ ഇതിൻ്റെ അവസ്ഥ. ഇതെല്ലാം പൊട്ടി തരിപ്പണമായിപ്പോയിന്. ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഇത് നിലത്തുനിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടേനെ. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഫുള്ള് വൃത്തികേടായിന്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്യാം.
കർട്ടൻ മാറ്റിയതൊക്കെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മളെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ആ ഒരു കർട്ടൻ്റെ 2 സൈഡിലായിട്ട് ഹാങ് ചെയ്യുന്ന ആ ഒരു ഫ്ലവറും പിന്നെ മറ്റേ ഒരു ബൊക്ക ടൈപ്പിലുള്ള ഫ്ലവറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഒന്ന് ഹോളിൽ ഹാങ് ചെയ്യുന്ന ആ ഒരു ഫ്ലവറും വെച്ച് കൊടുത്തു. ബെഡ്റൂമിൽ നമ്മളെ ബൊക്ക പോലത്തെ അതും വെച്ച് കൊടുത്തു. ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ബുക്സ് വെക്കുന്ന കബോർഡിൻ്റെ ഒരു കബോർഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ ഈ കർട്ടൻ ക്ലീൻ ചെയ്യുമ്പോൾ കർട്ടൻ ഫിക്സ് ചെയ്യുമ്പോൾ അതൊന്ന് ചെയ്യിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ടീപ്പോയൊക്കെ സെറ്റ് ചെയ്ത് ഇതുമേൽ മാറ്റൊക്കെ വിരിച്ച് നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ വെച്ച് ഡെക്കറേറ്റ് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതുവരെ നമ്മൾ സോഫ കവർ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്നു. അപ്പോൾ കുറേ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി സോഫ കവർ കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടിയിട്ട് ആ ഒരു വീഡിയോ കൂടി ചേർത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റ് ആയത്. പക്ഷെ ആ ഒരു കവർ കിട്ടാത്തതുകൊണ്ട് ഇനിയിപ്പം വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമല്ലേ നോമ്പിനുള്ളൂ, ഇനിയിപ്പോൾ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സോഫ നമുക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ ഡേർട്ടി ആയിട്ടാണ് ഉള്ളത്. മുഴുവനായിട്ടൊന്നും ക്ലീൻ ആവില്ലെങ്കിലും ഒരു വിധം ക്ലീൻ ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇത്. ഞാനൊരു റീല് കണ്ടതായിരുന്നേ. ഇത് നമ്മളെ ഡിറ്റർജന്റ് പൗഡറും നല്ല സ്മെല്ലുള്ള കംഫർട്ട്, ബേക്കിംഗ് സോഡ, നല്ല ചൂടുള്ള തിളക്കുന്ന വെള്ളം, ഇവ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളെ ഏതെങ്കിലും അടപ്പുണ്ടാവില്ലേ, പാത്രങ്ങൾ അടച്ചു വെക്കുന്ന ഏതെങ്കിലും ചെറിയ സൈസിലുള്ള അടപ്പെടുക്കുക. എന്നിട്ട് അതിന്മേൽ നമ്മൾ പിടിക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള അടപ്പായിരിക്കണേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടപ്പെടുത്തിട്ട് ഞാനിപ്പോൾ ദാ ഇങ്ങനെയുള്ളൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് കെട്ടിക്കൊടുക്കുക. നമ്മളെ റബ്ബർ ബാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ അതവിടെ സ്റ്റിക്കായി നിന്നോളൂ. എന്നിട്ട് അത് നല്ല വെട്ടി തിളക്കുന്ന വെള്ളം വേണേ നമ്മളെ ഡിറ്റർജന്റ് പൗഡറിൽ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിൽ ഇതൊന്നങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡേർട്ടി ആയ ആ ഒരു സോഫ ഉരച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ. ക്ലീൻ ആവോ ഇല്ലയോ എന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. അതുമല്ലേ ഇവർ ജനു ആയിഷൊക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പെയിൻറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നേ ആ ഒരു സോഫമേൽ. അപ്പോൾ അതൊന്നും പോകുന്നില്ല. പക്ഷേങ്കിൽ അഴുക്കൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഡീപ്പായിട്ടുള്ള അഴുക്കൊന്നും ഇല്ലാത്ത സോഫ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നല്ലോണം വർക്കായി കിട്ടും. ആ ഒരു അടപ്പിന്മേൽ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. കണ്ടില്ലേ ആ ഒരു ക്ലോത്തുമ്മേൽ അത്രയും നല്ലോണം അഴുക്ക് ഇളകി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആ വെള്ളം തീർന്ന സമയത്ത് വീണ്ടും സെയിം ആ ഒരു ഡിറ്റർജന്റ് പൗഡറും കംഫർട്ടും നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ കംഫർട്ട് വെക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറയൊക്കെ ഇളകി വന്നോളും. ആ ഒരു പെയിന്റ് മാത്രമേ പോവാത്തത് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ അത്രയും അഴുക്കുണ്ടായിരുന്നു. നിലത്തൊക്കെ ആയിട്ട് ഞാൻ മുഴുവനായിട്ടും വീണ്ടും മോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ കഴുകി ഉണക്കി വെച്ചാൽ ഇത് ഞാൻ കുറേ ദിവസം മുന്നേ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ കുഷ്യൻ ഒക്കെ. അപ്പോൾ അതൊക്കെ ഈ സോഫ കവർ വാങ്ങിയിട്ട് ഇട്ടിട്ട് എടുത്ത് വെക്കാതെ വെച്ചിട്ട് കബോർഡിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സോഫ ക്ലീൻ ആയതുകൊണ്ട് അതുമേൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം അഴുക്കായിട്ടുള്ള സോഫ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നല്ലോണം വർക്കാവട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിന് അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആർക്കെങ്കിലും യൂസ് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെ ആ ഒരു സോഫയും കൂടിയും ക്ലീൻ ആയതിനു ശേഷം നമ്മളെ ലിവിങ് റൂം സെറ്റ് കേട്ടാ. ബാക്കിയൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പെയിന്റ് അടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതൊരു വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ എത്രമാത്രം അത് പോസിബിൾ ആവുമെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളെ അധികം അഴുക്കായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ച് മറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു റമലാൻ ലൈറ്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്തത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ മറ്റേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റമലാന് വേണ്ടിയിട്ട് നമ്മളെ ലിവിങ് റൂം ക്ലീൻ ചെയ്ത് മേക്ക് ഓവർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്നും ബെഡ്റൂം ആയിക്കോട്ടെ ലിവിങ് റൂം ആയിക്കോട്ടെ എവിടെയായാലും ഒരേ രീതിയിൽ തന്നെ ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്തതിന് പകരം ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു പൊസിഷനൊക്കെ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഒരു മടുപ്പില്ലാതെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു സോഫയൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടിപ്പൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ക്ലീനിങ് ടിപ്സിനൊക്കെ നമ്മൾ അച്ചസ് ടൈം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.